ദൂരെ മുംബൈയിലാണെങ്കിൽ ചതി പ്രവർത്തിച്ച പൗലോസിനെ തല്ലി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴതൂരും മുംബൈയിൽ പൗലോസിനാണെങ്കിൽ ഒരവസരം കൊടുത്തിരിക്കുകയാണ് സ്റ്റാൻലി. അതായത് അലീനയെ അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, പറ്റാത്ത പക്ഷം നിനക്ക് ഇവിടെ നിന്ന് പോകാം പൗലോസേ എന്ന് പറയുന്നതാണ് കാണാനായിട്ട് സാധിക്കുക. ഇതേ സമയം അത് പൗലോസിനെ നല്ല രീതിയിൽ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. പൗലോസാണെങ്കിൽ താൻ എന്തിനു പോകണം, അവസാനം വന്നവളല്ലേ പോകേണ്ടത് എന്നൊരു ചിന്തയിലേക്ക് എത്തുകയാണ്. കൂടാതെ തന്നെ കേണൽ സാബിൻ്റെ ആശയത്തെയൊന്നും വകവയ്ക്കേണ്ടതില്ല. താൻ തൻ്റെ ഇഷ്ടത്തിന് തന്നെ താൻ ചെയ്ത പോലെ തന്നെ ചെയ്യുമെന്ന് നമ്മുടെ പൗലോസ് മനസ്സിൽ തീരുമാനമെടുക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ പൗലോസിനോട് പറയുന്നുണ്ട്, എനിക്ക് പൗലോസേട്ടനോട് ദേഷ്യമില്ല, പൗലോസേട്ടൻ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ, കുഞ്ഞ് പോയി കുഞ്ഞിൻ്റെ കാര്യം നോക്ക്, എനിക്ക് കുഞ്ഞിനെ അനുസരിക്കാനൊന്നും സാധിക്കില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പൗലോസേട്ടൻ എന്നോട് മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ എന്ന് ചോദിക്കുന്നതാണ് കാണാൻ സാധിക്കുക. ഇതേ സമയം നമ്മുടെ അലീന ചോദ്യം കേട്ട പൗലോസ് അതേ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. എങ്കിൽ പിന്നെ പൗലോസേട്ടൻ്റെ പെട്ടിയും പ്രമാണങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചോളൂ, അധികം വൈകാതെ തന്നെ പൗലോസേട്ടന് ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എൻ്റെ നിർബന്ധമല്ല, പൗലോസേട്ടൻ കാരണമാണ് പൗലോസേട്ടൻ പോകുന്നത് എന്നുള്ള കാര്യം പൗലോസേട്ടൻ മറക്കേണ്ട എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാനൊരിക്കലും പൗലോസേട്ടനെ പുറത്താക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. പൗലോസേട്ടൻ്റെ അഹങ്കാരത്തെ, കള്ളത്തരത്തെയൊക്കെ ഇല്ലാതാക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പൗലോസേട്ടൻ പോകാൻ റെഡിയായി നിൽക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, പൗലോസേട്ടൻ്റെ ഇഷ്ടംമാതിരി തന്നെ നടക്കട്ടെ എന്ന് അലീന പറയാണ്. എന്തായാലും ഇന്ന് ഒരു ദിവസം കൂടിയേ പൗലോസേട്ടന് സമയവും കാര്യങ്ങളും ഉള്ളൂ. നാളെ മുതൽ എന്നെ അനുസരിക്കാൻ തീരുമാനമില്ലെങ്കിൽ പൗലോസേട്ടനെ ഞാൻ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടും, ഗെറ്റ് ഔട്ട് അടിക്കുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ പൗലോസ് അടുക്കളയിൽ നിന്നും മാറിപ്പോവുകയാണ് എന്ന് കാണാം. കൂടാതെ ഡ്രൈവറുമായി ചേർന്ന് ഒരു പുതിയ ഗൂഢാലോചന, ഒരു പുതിയ പദ്ധതി തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഡ്രൈവറിനോട് ചോദിക്കുകയാണ്, എന്തായടാ നീ പറഞ്ഞ കാര്യം, നീ ആ റീത്താമ്മയും അവരുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് അറിയിച്ചില്ലേ? എന്താ അവരെന്നിട്ട് യുദ്ധത്തിന് വരാത്തത്? ഈ പെണ്ണിനെ എന്തുകൊണ്ടാണ് അവർ പുറത്താക്കാൻ മടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പൗലോസേട്ടാ. അവർക്ക് എന്താണ് കുഴപ്പമെന്നോ അവർ എന്താണോ ചിന്തിക്കുന്നതെന്നോ തനിക്കറിയില്ല എന്ന് നമ്മുടെ ഡ്രൈവർ പറയുമ്പോൾ, എന്തായാലും വേണ്ടില്ല, ഈ പെണ്ണിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. എൻ്റെ പൗലോസേട്ടാ, നിങ്ങളൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുന്നേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടൂട്ടോ എന്ന് പറയുമ്പോൾ, ഇതിൽ കൂടുതൽ എന്ത് പണി കിട്ടാനാടാ, അവൾ എന്നെ ഭരിക്കാൻ ഞാൻ എന്തായാലും അനുവദിക്കില്ല എന്ന് പറയുന്നു. കേണൽ സാബ് എന്നോട് പോകാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്നും പറയുന്നു. ഇതേ സമയം ഇനി പൗലോസേട്ടൻ എന്ത് ചെയ്യാനാ പോകുന്നത്? കേണൽ സാബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെണ്ണിന് അധികാരമൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആൻ്റപ്പൻ ചേട്ടാ, നിങ്ങൾ എന്താ പറയുന്നേ എന്ന് ചോദിക്കാണ് ഡ്രൈവർ. എനിക്കറിയില്ല, ഞാനൊന്നിനുമില്ല, ഞാൻ തുടക്കമേ പറഞ്ഞതാ പൗലോസിനോട്, ഇത് പൊല്ലാപ്പാവും പുലിവാലാകുമെന്ന്. കേണൽ സാബ് ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുമെന്നും ഞാൻ പറഞ്ഞതാണ്.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഉണ്ടല്ലോ, ആ പെണ്ണ് കേണൽ സാഹിബിനെ ആളുടെ വശത്ത് നിർത്തുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മകളല്ലേ, ആ സ്ഥാനം അവൾക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പറയാനായിട്ട് കഴിയില്ല, സാധിക്കില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. അവൾ പറയുന്നിടത്തേക്ക് കേണൽ സാഹിബ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. മര്യാദയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിൽക്കാമെന്ന് പറയുന്നു. ഞാൻ ആ പെണ്ണിനെ അനുസരിച്ച് നിൽക്കുന്നത് കൊണ്ടും ഇവിടുത്തെ കാര്യസ്ഥനായ രീതിയിലും എനിക്ക് വലിയ തക്കക്കേടൊന്നും വരാൻ സാധ്യതയില്ല. നിങ്ങളല്ലേ അവളുമായിട്ട് യുദ്ധത്തിന് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കെന്തായാലും 100% പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ റീത്തയും ആൾക്കാരെയൊക്കെ വിളിക്കാനായിട്ട് പറയാണ് നമ്മുടെ പൗലോസ് കേട്ടോ. ഇതേ സമയം ഡ്രൈവർ വിളിച്ചുകൊണ്ടിരിക്കെ അലീന അവിടേക്ക് വരികയാണ്. പപ്പയുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് കഴിഞ്ഞോ പൗലോസേട്ടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് അലീന അവിടേക്ക് ചെല്ലുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യമോ യാതൊരു പ്രയോജനമോ ഇല്ല. ഞാൻ പോകുന്നതിന് 2 സെക്കൻഡ് മുൻപായാലും ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ജോലി തീർച്ചയായും തെറിക്കുമെന്നുള്ളത് തീർച്ച തന്നെയാണ്. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്ത് വയ്ക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ പുറത്താക്കുമെന്ന് പറയുന്നു. എന്ത് തന്നെ ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയുന്നു. പൗലോസേട്ടൻ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരെല്ലാവരെയും ചേർത്തുകൊണ്ട് തന്നെ അലീന സ്റ്റാലിൻ്റെ മുൻപിലേക്ക് പോവുകയാണ്. പപ്പ, എന്നെ പുറത്താക്കാനും ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പൗലോസേട്ടനാണ് റീത്ത ചേച്ചിയെയൊക്കെ വിളിച്ച് പറയുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം എടാ പൗലോസേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അലീനയെ എതിർക്കാൻ നിൽക്കരുതെന്ന്. പിന്നെയും നീ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് നിൻ്റെ തന്തയുടെ വീടൊന്നുമല്ല, ഇതെൻ്റെ വീടാ. എൻ്റെ വീട്ടിൽ നീ വെറും ജോലിക്കാരൻ. എൻ്റെ മകളെ അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോടാ. നിന്നെപ്പോലത്തെ ഒരു പണിക്കാരനെ എനിക്കാവശ്യമില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ തന്നെ അലീനയാണെങ്കിൽ പൗലോസിനിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. കാരണം പൗലോസ് ഇതുവരെ ചെയ്ത ചതികൾക്ക് ഇതുവരെയും തിരിച്ചടി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് പൗലോസിന് ആദ്യമായിട്ട് തന്നെ അലീനയുടെ കയ്യിൽ നിന്നാണ് കള്ളത്തരത്തിനുള്ള തിരിച്ചടി ലഭിക്കുന്നതെന്ന് കാണാം. ഇതേ നിങ്ങൾ ചെയ്ത ചതിക്കാണ്. ഇത്രയും കാലം എൻ്റെ പപ്പയെ പറ്റിച്ചതിനാണ്, എൻ്റെ പപ്പയുടെ ജീവിതം തകർത്തതിനാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. നിങ്ങൾ ഇവിടെ നടന്നതെല്ലാം റീത്തയോട് വിളിച്ച് പറയില്ലേ, കൂട്ടത്തിൽ ഇതും പറഞ്ഞോ എന്ന് അലീന പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.